എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗാർഡനിങ് വീഡിയോ ആണ്. 2 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. വെയിലിൻ്റെ കാഠിന്യമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ആ കാരണം കൊണ്ട് തന്നെ ചില ജോലികളൊക്കെ മാറ്റി വെച്ചത് നമുക്ക് പുതുക്കി പണിയാനുള്ളൊരു അവസരം കൂടെയാണ് ഈ നല്ലൊരു കാലാവസ്ഥ. ഇന്ന് രാവിലെയൊക്കെ നമ്മൾ കൊടൈക്കനാൽ ചെന്നൊരു ഫീലിംഗ് ആയിരുന്നു. നല്ല തണുത്ത കാറ്റ്. മുമ്പൊരിക്കൽ കുട്ടികളുമായി ഞങ്ങൾ കൊടൈക്കനാലിൽ പോയ സമയത്ത് രാവിലെ ഇതുപോലെ തണുത്ത കാറ്റടിച്ച് കോട്ടൊക്കെ ഇട്ട് നടന്ന ആ ഒരു രംഗമൊക്കെ ഓർത്തു പോയി. വെയിലൊന്നുമില്ലാത്ത നല്ല തണുത്ത അന്തരീക്ഷമായതുകൊണ്ട് തന്നെ ഇന്ന് പുറത്തുള്ള കുറച്ച് പണികളൊക്കെ തീർക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു. അങ്ങനെയാണ് എൻ്റെ ചെടികൾക്കിടയിൽ നട്ട പുല്ലൊന്ന് വെട്ടി റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചത്. മഴ പെയ്യുന്ന സമയത്ത് ഇത് നമ്മളൊന്ന് വെട്ടിക്കൊടുത്താൽ അത് നല്ല തിക്കോടെ വളരുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലവണ്ണം നന ചെയ്യുകയും അല്ലെങ്കിൽ നല്ലവണ്ണം മഴ തട്ടുകയും ചെയ്യുന്ന ഒരു സമയത്താണ് ഇതിൻ്റെ ഒരു വെട്ടിക്കൊടുക്കലിനുള്ള നല്ലൊരു അവസരം. പുല്ല് പതിപ്പിക്കുന്നതിനെ കുറിച്ച് കമൻറ്റ് ബോക്സിൽ എന്നോടൊരു കൂട്ടുകാരി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള ഈ പുൽത്തകിടി ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ഞങ്ങൾ ഗാർഡൻ ഒരുക്കുന്ന സമയത്ത് ഇതുപോലെ അതിൻ്റെതായ ജോലിക്കാരെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ 15,000 രൂപയാണ് അവർ വില പറഞ്ഞത്. ആ 15,000 രൂപ വെറുതെ കളയണ്ട എന്ന് പറഞ്ഞ് ഞാൻ തന്നെയാണ് എൻ്റെ ഈ പുൽത്തകിടി തയ്യാറാക്കിയെടുത്തത്. അതിനുവേണ്ടി ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഞാൻ ഈ തടം മൊത്തമായിട്ട് മണ്ണിട്ട് ലെവലാക്കി എടുക്കുകയായിരുന്നു ചെയ്തത്. വലിയ കട്ടയും കല്ലുകളൊക്കെ മാറ്റിയ മണ്ണാണ് ഞാനിതിൽ നിറച്ച് കൊടുത്തത്. നല്ല രീതിയിൽ മണ്ണൊക്കെ നമ്മൾ നിറച്ച ശേഷം മുറ്റത്ത് പതിച്ച ഇൻ്റർലോക്കിൻ്റെ കഷ്ണങ്ങൾ ബാക്കി വന്നത് ഇതുപോലെ മധ്യത്തിൽ വെച്ച് കൊടുത്ത് ചുറ്റും. ഇന്നത്തെ കാലത്ത് പുല്ല് പതിക്കലൊരു വലിയ ജോലിയും സംഭവമൊന്നും അല്ല. വളരെ അധികം കാശ് കൊടുത്ത് നമ്മളത് പുറത്തുനിന്ന് ചെയ്യിപ്പിക്കേണ്ട ഒരാവശ്യമില്ല. നമുക്ക് കാർപ്പറ്റുകൾ പോലെ തന്നെ പുൽത്തകിടികൾ വാങ്ങാൻ കിട്ടും. നമ്മുടെ അളവിൽ അത് കൊണ്ടുവന്ന് നല്ല അത്യാവശ്യം നല്ലൊരു കത്തിയൊക്കെ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്ത് ഇതുപോലെ പതിപ്പിച്ചെടുക്കാൻ പറ്റും. ഏകദേശം ഒരു ഐഡിയയും ചെയ്യാനുള്ള ഒരു മനസ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഏത് ആളുകൾക്കും ഏത് സ്ഥലത്തും പുൽത്തകിടി നമുക്ക് ഇതുപോലെ പതിപ്പിച്ചെടുക്കാം. പുൽത്തകിടി നമ്മൾ പതിപ്പിച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നന കൊടുക്കണം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ചെതൽ വരാതിരിക്കാനുള്ള എന്തെങ്കിലും ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതുവരെ ചെതൽ വരാനുള്ള ഒരു മരുന്നുകളോ മറ്റോ യൂസ് ചെയ്തിട്ടില്ല. എന്തോ ഭാഗ്യത്തിന് എനിക്ക് ചെതലുകളൊന്നും വന്നിട്ടില്ല. വേറെ ഒരു വളവും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ചെടിച്ചട്ടികളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന വെള്ളം പോയി അതിൻ്റെ വളമേലൂടെയാണ് എനിക്ക് പുല്ലുകൾ വളർന്നു വരുന്നത്. പിന്നെ അതിനിടയിലൊക്കെ ഞാൻ പെൻഡാനസ് എന്ന ഈ ഒരു തൈ പിടിപ്പിച്ചിട്ടുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ അതിൻ്റെ അരികു ഭാഗത്തൊക്കെ പുല്ല് വെയിൽ കിട്ടാണ്ട് ചീത്തയായി പോയിട്ടുണ്ട്. നല്ലവണ്ണം വെയിൽ തട്ടുകയും നല്ലവണ്ണം നന കിട്ടുകയും ചെയ്യുന്ന രീതിയിലാകണം നമ്മൾ പുൽത്തകിടി തയ്യാറാക്കിയെടുക്കേണ്ടത്. പുൽത്തകിടിയെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിവൊന്നുമില്ല. ഞാൻ ചെയ്ത രീതിയൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ പുൽത്തകിടിക്ക് ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഈ പുൽത്തകിടി കട്ട് ചെയ്യൽ. ഇത് നമ്മൾ ഒരു മാസത്തിൽ ഒരിക്കൽ നിർബന്ധമായിട്ടും ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിലേ അത് നല്ല തിക്കായിട്ട് വളർന്നു വരികയുള്ളൂ. പുൽത്തകിടിക്ക് നടുവിലായിട്ട് നമുക്ക് ഇതുപോലെ പെൻഡാനസ് ചെടിയോ അസ്ഡക് ഗ്രാസ് അല്ലെങ്കിൽ തെച്ചി ഇങ്ങനെയുള്ള കൂടുതൽ മെയിൻ്റനൻസ് ചെയ്യേണ്ടാത്ത ചെടികളൊക്കെ നമുക്ക് നട്ടു കൊടുക്കാം. ഞാനിവിടെ ചെയ്തിട്ടുള്ളത് എൻ്റെ മുറ്റം ഇൻ്റർലോക്ക് ചെയ്ത സമയത്ത് ബാക്കി വന്ന കട്ടകൾ ഇതുപോലെ പുൽത്തകിടിക്കുള്ളിൽ പതിപ്പിച്ച് കൊടുത്ത് ചുറ്റുമാണ് ഞാൻ പുല്ല് പിടിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ കട്ടകൾക്ക് മേലെയാണ് ഞാൻ ചട്ടി വെച്ച് അതിൽ പ്ലാന്റുകളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ വേനലായതുകൊണ്ട് തന്നെ പുൽത്തകിടിയൊക്കെ ഏകദേശം നല്ല വാട്ടം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ ഏകദേശം കിട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. ഇന്ന് ഞാനത് കംപ്ലീറ്റ് വെട്ടി ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പച്ചപ്പൊക്കെ പോയത്. 2 ആഴ്ചക്കുള്ളിൽ നല്ല തിക്കായി ഇനി ഇത് വളർന്നു വരും. അതാണ് ഈ
പുല്ല് നമ്മൾ വെട്ടിക്കൊടുത്താലുള്ള ഒരു ഗുണം. എത്ര ചെറിയ മുറ്റമായാലും നമുക്ക് പുൽത്തകിടി വെക്കാനായിട്ട് ഒരല്പം സ്ഥലം മാറ്റി വെക്കുന്നത് നല്ലൊരു ഭംഗിയായിരിക്കും നമ്മളെ മുറ്റത്തിന്. നല്ല പച്ച പുൽത്തകിടിയിൽ ഇതുപോലെ റെഡ് പെയിൻ്റ് അടിച്ച നമ്മളുടെ പോട്ടിൽ നല്ല പ്ലാന്റ്സുകൾ ഇരിക്കുമ്പോഴുള്ളൊരു ഭംഗി നല്ല കാഴ്ചയാണ്. പുൽത്തകിടിയും ചെടികളും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ വീട്ടമ്മമാർ സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആവുമ്പോൾ നമുക്ക് എപ്പോഴും അതിൻ്റെ ഒരു മെയിൻ്റനൻസിന് മറ്റുള്ളവരുടെ ആശ്രയം ഒന്നും വേണ്ടി വരില്ല. നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പഠിച്ചെടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനോടൊപ്പം തന്നെ ഞാൻ നല്ല ഭംഗിയുള്ള കുറച്ച് അഗ്ലോണിമ കാണിക്കാൻ പോവുകയാണ്. ഇത് പുതിയൊരു വെറൈറ്റി എനിക്ക് കിട്ടിയതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പേരൊന്നും ഞാൻ തപ്പിയെടുത്തിട്ടില്ല, നിങ്ങളെ മുന്നിൽ ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ച് കാണിച്ചതാണ്. നല്ല പച്ച കളറിൽ നല്ല പിങ്ക് കളറ് കുത്തും പുള്ളിയും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത്. അഗ്ലോണിമ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു രീതി ചെറുതായിട്ട് ഇതിമേ വന്നിട്ടുണ്ട്. ഇത് അഗ്ലോണിമയുടെ ഒരു വെറൈറ്റി തന്നെയാണ്. മധ്യഭാഗത്തുള്ള ലൈനിന് മാത്രം പിങ്ക് കളറും ചെറിയ ചെറിയ ക്രീം കളറ് കുത്തുകളുമായിട്ടുള്ള ടൈപ്പാണ്. ഇത് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വെറൈറ്റിയാണ്. കുറച്ച് നീണ്ട ഷേപ്പിലുള്ള ഇലകളും മധ്യത്തിലൂടെയുള്ള വരക്ക് കൂടുതൽ പിങ്ക് കളറും നിറയെ ക്രീം കളർ കുത്തുകളും പിങ്ക് കളർ കുത്തുകളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണിത്. ഇലച്ചെടികളിൽ എന്നും മികച്ചു നിൽക്കുന്ന ചെടി തന്നെയാണ് അഗ്ലോണിമ. അതിൻ്റെ ഒരു ഭംഗി ഗാർഡനിന് വല്ലാത്തൊരു അട്രാക്ഷനാണ്. പക്ഷേ ഇത് നല്ല തണലുള്ള ഭാഗത്ത് മാത്രമേ നമുക്ക് വളർത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെ വെയിൽ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ജോലി ഞാൻ ഇന്ന് തീർത്ത സന്തോഷത്തിലാണ്. ഇനി നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കണം, അതിലേക്കുള്ള ഒരു നെട്ടോട്ടമാണ്. അങ്ങനെ പത്തിരിയൊക്കെ ചുട്ടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ചിക്കൻ്റെ കറിക്കുള്ള എല്ലാ കൂട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി അല്പം തേങ്ങ വറുത്ത് അരച്ചു കൊടുക്കണം. തേങ്ങ വറുത്തരച്ച കറിയാണ് പത്തിരിക്ക് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു തട്ടിക്കൂട്ട് സ്നാക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നേന്ത്രപ്പഴവും അരിപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കിയ ഒരു സ്നാക്കാണ്. അതും ഏകദേശം റെഡിയായി വരുന്നുണ്ട്. സ്നാക്ക് റെഡിയാക്കി വെച്ച ശേഷമാണ് നമ്മൾ ജ്യൂസ് അടിക്കാനായിട്ട് പോയത്. മിക്സിയിൽ അടിച്ച ജ്യൂസല്ല ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്, നമ്മൾ ഷമ്മാമാണ്. ഷമ്മാമ് ചോപ്പറിലിട്ട് ചെറുതായിട്ട് ചുരണ്ടി എടുത്ത് അങ്ങനെ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടക്ക് ഇനി ഒരല്പം ചായ കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള എല്ലാ വിഭവങ്ങളും നമ്മൾ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ബാങ്ക് കൊടുത്ത് നമ്മുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇനി ഒരല്പം റെസ്റ്റ് എടുക്കണം. ഇന്നത്തെ ഈ ഗാർഡനിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഓരോരുത്തരുടെ അഭിപ്രായം വളരെ വ്യക്തമായി എഴുതി അറിയിക്കേണ്ടതാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.